തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ബൈക്ക് പാർക്കിംഗിൽ വൻ തീപിടുത്തം. രണ്ടാം പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള പാർക്കിംഗിലാണ് തീ പടർന്നു പിടിച്ചത്. നിരവധി ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, വൻ തീപിടുത്തമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടുത്തെ നിലവിലത്തെ സാഹചര്യം? ഈ അരമണിക്കൂർ മുൻപാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള രണ്ടാമത്തെ ഗേറ്റിന് സമീപം ഉള്ള ബൈക്ക് പാർക്കിങ്ങിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്ന വൻ തീപിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 200-ലധികം ബൈക്കുകൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനാണ്, നിരവധി യാത്രക്കാരൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ 100 കണക്കിന് ബൈക്ക് ഇരുന്ന ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ 2 ബൈക്കിലേക്കാണ് തീ പടർന്നത്. ഈ തീ പടർന്ന ഭാഗത്ത് ജീവനക്കാരടക്കം ഉണ്ടായിരുന്നു, സ്ത്രീകളായിട്ടുള്ള വനിതാ ജീവനക്കാരടക്കം ഉണ്ടായിരുന്നു. ഇവർ ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് ഈ 2 ബൈക്കിൽ നിന്ന് കാണപ്പെട്ട ആ തീ വളരെ വേഗം പടർന്ന് പന്തലിക്കുകയായിരുന്നു. നിലവില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ ഷെഡിനകത്ത് 600-ലധികം ബൈക്കുണ്ട്. ആ ബൈക്കിൽ 200-ലധികം എണ്ണം നിലവിൽ ഇപ്പോൾ അഗ്നിക്കിരയായിട്ടുണ്ട്. അതായത് ഒരു ഭാഗത്തിരുന്ന ബൈക്കുകളാണ് ആ ബൈക്കുകളിലേക്കാണ് തീ പടർന്നിട്ടുള്ളത്. അത് വളരെ വേഗം ഈ ഷെഡിന്റെ ഉൾഭാഗങ്ങളിലേക്ക് പടരുകയാണ്. നിരവധി യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിനൊപ്പം തന്നെ ഈ കാർ ഷെഡ് തകര ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കാർ ഷെഡാണ്. ആ ഷെഡിന്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും ബൈക്കുകൾക്ക് മുകളിലേക്ക് ഇരുന്നിരിക്കുകയാണ്. കാരണം പഴുത്ത് നിൽക്കുന്ന തകര ഷീറ്റുകൾ കൂടി ബൈക്കുകൾക്ക് മുകളിലേക്ക് വന്നതോടുകൂടി തീയുടെ ആഘാതം, അല്ല തീ പടരുന്നതിന്റെ ആഘാതം ഇരട്ടിയായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ഷെഡിനുള്ളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും അത് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഇതിന് സമീപത്ത് കിടന്നിരുന്ന റെയിൽവേ ട്രാക്ക് നിരീക്ഷണം നടത്തുന്ന ബോഗികളിലേക്കും ട്രെയിനിന്റെ ഒരു ഭാഗത്തേക്കും തീ പടർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥരുള്ളിൽ കയറി തീ അണയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രമല്ല, അത് നടന്നാൽ മാത്രമേ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും തൃശ്ശൂരിൽ വൻ തീപിടുത്തം എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ബൈക്ക് പാർക്കിംഗ് കേന്ദ്രത്തിലാണ് വൻ തീപിടുത്തം ഉണ്ടായത്. എന്തായാലും 200ഓളം ബൈക്കുകൾ കത്തി നശിച്ചു. അവിടെ ഒരു 600ഓളം ബൈക്കുകൾ ഉണ്ട്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ആളപായം ഇല്ല എന്നുള്ളത് മാത്രമാണ് വലിയൊരു ആശ്വാസകരമായ വാർത്ത.